ഇപ്പോൾ ക്രിസ്തുയേശുവിനുള്ള യാതൊരു ശിക്ഷാവിധിയുമില്ല. അതുപോലെ തന്നെ റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ജഡത്തോടെ ബലഹീനതയുടെ ന്യായപ്രമാണം കഴിയാതെ സാധിപ്പാൻ ദൈവനിരപ്പത്തിലെ പാപനിമിത്ത സാഹചര്യത്തിലും പാപനിമിത്തം അയച്ചു. അപ്പോൾ എന്തുകൊണ്ട് യേശു കർത്താവിനെ ജഡത്തോടെ ബലഹീന ന്യായപ്രമാണത്തെ സാധിപ്പാൻ വേണ്ടി യേശുവിനെ ദൈവം അയച്ചുവെങ്കിൽ മുമ്പേ അക്ബർസാർ പറഞ്ഞല്ലോ യേശു കർത്താവിന്റെ ക്രൂശിയുടെ പ്രസക്തിയില്ലെന്ന്. അതിന് മറുപടി പറയണം. യേശുക്രിസ്തു അദ്ദേഹത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന, പൗലോസ് ശ്ലീഹ പറയുന്ന റോമ ലേഖനത്തിലെ വചനമാണ് ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ റോമാലേഖനത്തിലെ വചനം യേശുവിൻ്റെ വചനത്തിനെതിരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് സ്വീകാര്യമല്ല. എന്തുകൊണ്ടെന്നാൽ പൗലോസ് ശ്ലീഹ യേശുവിൻ്റെ കാലശേഷം യേശുവിൻ്റെ മതത്തെ നശിപ്പിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും എന്നിട്ട് നശിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് കായികമായി നശിപ്പിക്കാൻ ശ്രമിച്ച്, അഥവാ സ്തെഫോനിയോസിനെ പോലെയുള്ള യേശുവിൻ്റെ ശിഷ്യന്മാരെ കൊന്നൊടുക്കുവാൻ വരെ നേതൃത്വം നൽകിയ വ്യക്തി ശൗൽ, അദ്ദേഹം അവസാനം ഇങ്ങനെ നശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി ക്രിസ്തു യേശുവിൻ്റെ മതം സ്വീകരിക്കുകയാണ് എന്ന് സ്വയം സാക്ഷീകരിച്ച്, യേശു എനിക്ക് സ്വയം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മാത്രം സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ അന്നത്തെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ നേതൃത്വം ഏറ്റെടുക്കുകയും അങ്ങനെ പിന്നീട് യേശു പഠിപ്പിച്ച സന്ദേശങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കടന്നു വന്ന വ്യക്തിയാണ് പൗലോസ് ശ്ലീഹ. അതിൽപ്പെട്ട ഒന്നാണ് ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നവൻ ശാപഗ്രസ്തരാണ് എന്നും ആ ന്യായപ്രമാണം ശപിക്കപ്പെട്ടതാണ് എന്നും ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി രക്ഷയില്ല എന്നും ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ് എന്നും ന്യായപ്രമാണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇനി അനുഷ്ഠിക്കേണ്ടതില്ല എന്നും ന്യായപ്രമാണത്തിൽ പന്നിയെപ്പോലെയുള്ള പല മൃഗങ്ങളെയും തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞുവെങ്കിൽ നിങ്ങൾ എന്തും തിന്നുകൊള്ളുക എന്നും ന്യായപ്രമാണം കൃത്യമായി തന്നെ പരിച്ഛേദന ഏൽക്കാൻ പറഞ്ഞുവെങ്കിൽ ഇനി നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ യേശുവിനെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്നും എന്തും തിന്നുകയും കുടിക്കുകയും ചെയ്യാമെന്നും എങ്ങനെയും ജീവിക്കാമെന്നും യേശുവിൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി എന്നുമുള്ള പൗലോസിന്റെ സിദ്ധാന്തങ്ങളും വിശ്വാസങ്ങളും പാഠങ്ങളുമെല്ലാം യേശു പഠിപ്പിച്ച മതത്തെ തകർക്കുവാൻ വേണ്ടി യഹൂദന്മാർ ഉണ്ടാക്കിയ വളരെ ശക്തമായ ഒരു കെണിയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസ് ശ്ലീഹയുടെ ഒരു വചനം യേശുവിൻ്റെ വചനത്തിനെതിരായത് കൊണ്ട് തന്നെ അത് സ്വീകാര്യമല്ല. ബൈബിൾ പൂർണ്ണമായി ദൈവികമെന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായിരിക്കാം. പക്ഷേ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ നിന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ് ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അഥവാ യേശുവിൻ്റെ ശിഷ്യന്മാരെ കൊന്നൊടുക്കിയും മറ്റുമെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിന് അത് സാധിക്കാതെ വന്നതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹം തന്നെ സ്വയം എനിക്ക് യേശു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രത്യക്ഷപ്പെടുകയും ക്രൈസ്തവ സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും പിന്നീട് മെല്ലെ മെല്ലെ ആ സമൂഹത്തെ വ്യതിചലിപ്പിക്കുകയും ചെയ്ത ചിത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വചനങ്ങൾ ആ തലത്തിൽ സ്വീകാര്യമല്ല എന്ന് പറയാൻ നിർവാഹമുള്ളൂ. അത് ചോദ്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയണ്ടായല്ലോ, തിമോഥെയോസ് 1:12 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും ദുഷ്ടനുമായിരുന്നു, എങ്കിൽ അവിശ്വാസം ചെയ്ത് അറിയാതെ ഇതായതുകൊണ്ട് എനിക്ക് കണ്ണ് ലഭിച്ചെന്ന് പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിലെ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അവിശ്വാസം ചെയ്ത് ആകൊണ്ട് കണ്ണ് ലഭിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ പൗലോസ് അപ്പോസ്തലൻ സിദ്ധാന്തം യേശുവായിട്ട് എഴുതാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എന്താണ് പറഞ്ഞതെന്നുള്ളതാണ് ഇവിടെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്. പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഞാൻ മനസാന്തരപ്പെട്ടത് കൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. അത് മനസാന്തരപ്പെട്ടു എന്ന് പറയുന്നത് പൗലോസ്, എനിക്ക് കരുണ ലഭിച്ചു എന്ന് പറയുന്നത് പൗലോസ്, എന്നോട് യേശു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പൗലോസ്, എന്നോട് യേശു ജാതികളുടെ അപ്പോസ്തലനാകാൻ പറഞ്ഞു എന്ന് പറയുന്നത് പൗലോസ്. ആ പൗലോസാണ് പിന്നീട് വരുന്നത് ലേഖനങ്ങളുമായി കടന്നു വരുന്നത്. ആ ലേഖനങ്ങളിൽ അതിസുന്ദരമായ ഭാഷയിൽ അദ്ദേഹം പിന്നീട് സ്ഥാപിക്കുന്നത് എന്താണ്? നിങ്ങൾ ന്യായപ്രമാണം അനുസരിച്ച് പോകരുത്. യേശു പറഞ്ഞത് ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ അവസാന നാൾ വരെ നീക്കം ചെയ്യപ്പെടൂല. എന്നാൽ ഇയാൾ പറയുന്നത് ന്യായപ്രമാണം നിങ്ങൾ അനുസരിച്ചാൽ ശാപഗ്രസ്തനാണ്, ശപിക്കപ്പെട്ടവനാണ്. യേശു പറഞ്ഞതോ നിങ്ങൾ ന്യായപ്രമാണം അനുസരിക്കണം.
യേശു പറഞ്ഞത് നമ്മളിവിടെ പല വചനങ്ങളിൽ മനസ്സിലാക്കി. അപ്പോൾ അതേപോലെ തന്നെ യേശു പരിച്ഛേദന ഏറ്റു, നമുക്കറിയാം. എന്നാൽ അദ്ദേഹം പറഞ്ഞത് പരിച്ഛേദന ഏൽക്കുന്നുവെങ്കിൽ യേശുവിനെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു കാര്യമില്ല. അപ്പോസ്തലന്മാർ മുഴുവനും പരിച്ഛേദന ഏറ്റു, അപ്പോസ്തലന്മാരെല്ലാവരും പരിച്ഛേദന ഏറ്റു. പരിച്ഛേദന നിർത്തലാക്കിയത് പൗലോസാണ്. അതിന് മുൻപുള്ള എല്ലാവരും പരിച്ഛേദന ഏറ്റു. അതേപോലെ തന്നെ പന്നിമാംസം ബൈബിളിന്റെ പഴയ നിയമപ്രകാരം പാടില്ല. ആവർത്തന പുസ്തകത്തിലെ 14-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് പന്നിമാംസം കഴിക്കാൻ പാടില്ല. എന്നാൽ പൗലോസ് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഭക്ഷിച്ചു കൊള്ളുക. ഇങ്ങനെ പല കാര്യങ്ങളും എന്താണ് ഇദ്ദേഹം സ്വയം സാക്ഷീകരിച്ചുകൊണ്ട് പിന്നീട് നടപ്പാക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം യഹൂദന്മാരുടെ എക്കാലഘട്ടത്തിലുമുള്ളൊരു തന്ത്രമാണ് എന്ത്? യഹൂദന്മാരെ മാത്രമല്ല, ഈ യഹൂദന്മാരിൽ നിന്ന് മതം പഠിച്ച ആളുകളുടെയും തന്ത്രമാണ് എന്ത്? മതത്തെ എന്തെങ്കിലും ഒരു ആദർശത്തെ നശിപ്പിക്കാൻ, കായികമായി നശിപ്പിക്കാൻ സാധ്യമല്ല എന്നുണ്ടാ പിന്നെന്താ ചെയ്യുക? അതിൻ്റെ ആളായി പ്രത്യക്ഷപ്പെട്ടിട്ട് അതിൻ്റെ ഉള്ളിലൂടെ അതിനെ നശിപ്പിക്കും. ഇസ്ലാമിക ലോകത്തും അതിനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ആ ശ്രമം നടന്നപ്പോൾ സത്യത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങൾ പടച്ച തമ്പുരാൻ സംരക്ഷിച്ചത് കൊണ്ട് ആ ശ്രമത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്താൻ മുസ്ലിം പണ്ഡിതന്മാർക്ക് കഴിഞ്ഞു, നവോത്ഥാന നായകന്മാർക്ക് സാധിച്ചു. ഇത് യഹൂദന്മാർ എക്കാലഘട്ടത്തിന് ശ്രമിച്ചു പോകുന്ന ഏർപ്പാടാണ്. അപ്പൊ ഇതേപോലെ തന്നെ യേശുവിന്റെ മതത്തെയും നശിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു പരിധിവരെ അദ്ദേഹം വിജയിച്ചു. അത് പൂർണ്ണമായി വിജയിച്ചത് AD 325 നിക്യാ സുനഹദോസിന് ശേഷമാണ് എന്നുകൂടി നാം മനസ്സിലാക്കി.